എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തെ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വിശ്വാസ കുടുംബത്തിൽ തിരുവനന്തപുരത്തിൽ വെള്ളറടയിൽ നടന്ന ഒരു ദുരന്തം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇതിനോടകം. പക്ഷേ അനേകരത് കേട്ട് ഞെട്ടിയെങ്കിലും പലർക്കും ഒരു കൂസലുമില്ലാത്ത അവസ്ഥയും ഉണ്ട്. ഇതിന് കാരണങ്ങളൊക്കെ പലർക്കും അറിയാവുന്നെങ്കിലും നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണെങ്കിലും ഒരു പൊതു സ്വഭാവം അനുസരിച്ച് നമ്മൾ അത് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ പലരും അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ തീവ്രതയും ഒക്കെ ചിന്തിക്കാറുള്ളൂ. ഈ കൊലപാതകം ചെയ്ത ഇതിനെ പോലെയുള്ള അല്ലെങ്കിൽ അതേ ദിശയിൽ സഞ്ചരിക്കുന്ന അനേകരും ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ ഉണ്ട്. ഇതിന് സമാനമായ എത്രയോ അല്ലെങ്കിൽ ഇതിനോടടുത്തൊക്കെ നിൽക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ഇന്ന് വിശ്വാസ ഗോളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. വെല്ലുവിളികളും ഭീഷണിയും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെയുള്ള അനേക പ്രശ്നങ്ങൾ, കേസുകളും വഴക്കങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ ചെറിയ നിസാര കാരണങ്ങൾക്കൊക്കെയാണ് 10 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ വരെ കൊലപാതകങ്ങൾ വരെ നടക്കുന്ന, വാഗ്വാദങ്ങളുടെ ഫലമായിട്ട് നടക്കുന്ന ഒക്കെ പലതും വാർത്തകളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെങ്കിൽ ഇന്ന് ആത്മീയ സമൂഹത്തിൽ പലതും ആ നിലയിൽ എത്താത്തത് ഒരു പക്ഷെങ്കിൽ ചില നമ്മുടെ സമൂഹത്തിൻ്റെ ചില കെട്ടുപാടുകളൊക്കെ കൊണ്ട് ചിലർ അല്ലെങ്കിൽ ഒരു വശത്തുള്ളവർ കുറച്ച് നിയന്ത്രിതരാകുന്നതുകൊണ്ടൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ടതുപോലെയൊക്കെയുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത് കാലങ്ങളൊക്കെ ഒരുപാട് നടക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് തന്നെ പിന്മാറ്റ അവസ്ഥയിലാണെങ്കിലും സഭയുടെ ചില ആക്ടിവിറ്റീസിൽ, കൺസ്ട്രക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വന്ന താല്പര്യത്തോടെ സഹകരിക്കുന്നതായിട്ട് പലരും പറയുകയുണ്ടായി. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഇതുപോലൊക്കെയുള്ള പല വെറുപ്പും ഭീഷണിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളോട് നടക്കുന്ന പലരും ഇന്ന് അനവധിയായിട്ടുള്ള സഭയുടെ ആത്മീയമായിട്ടും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടൊക്കെയുള്ള അനേക കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നത് കൊണ്ട് നമുക്കിന്ന് പലരെയും മനസ്സിലാക്കുവാൻ തന്നെ കഴിയാത്ത അവസ്ഥയാണ്. ഇന്നത്തെ ഒരു ദുഃഖസത്യം എന്ന് പറയുന്നത്, ഈ തലമുറയിലുള്ളവർ അവർ സഭയിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കും. അവരുടെ ഭൗമിക മേഖലകളിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള തെറ്റായിട്ടുള്ള ചില വഴികളിലാണെങ്കിലും അവിടെയും രണ്ട് രീതിയിലും ഒരേപോലെ നിന്ന് അവർക്ക് പ്രവർത്തിക്കുന്നതിന് യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിനൊക്കെ നമുക്ക് ആരെ കുറ്റം ചുമത്തുവാനായിട്ട് കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു. ഇവരെയൊക്കെ ഒരുപക്ഷെങ്കിൽ ഈ രീതിയിലാക്കുവാൻ കാരണമായി തീർന്ന മുൻതലമുറക്കാരെയാണോ, അല്ലെ അവരെ ഈ രീതിയിലൊക്കെ പഠിപ്പിച്ച് നേർവഴിയാക്കാൻ കഴിയാത്ത ഉപദേഷ്ടാക്കന്മാരെയാണോ, ആരെ നമുക്ക് കുറ്റം ചുമത്തുവാനായിട്ട് കഴിയും? ഇതൊക്കെ 1, 2, 10 വർഷം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, വിശ്വാസ സമൂഹത്തിൽ വന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ശരിക്കും അറിയാവുന്ന ഒരു അപ്പച്ചൻ്റെ കഥ ഞാൻ ചുരുക്കി പറയാം. കൂടുതൽ ഡീറ്റെയിൽസ് പറയത്തില്ല, ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. 100 വർഷങ്ങൾക്ക് മുമ്പ് സാമുദായിക പശ്ചാത്തലങ്ങൾ വിട്ട് ഈ വേർപെട്ട സമൂഹത്തിലേക്കൊക്കെ വന്ന അനേക പിതാക്കന്മാരുണ്ട്. അതിലൊരു അപ്പച്ചൻ താൻ വിശ്വാസ സമൂഹത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ സ്വഭാവമൊക്കെ മാറി, തൻ്റെ ഇടപാടുകളൊക്കെ മാറി. തൻ്റെ ഏക വരുമാന മാർഗം അന്നത്തെ കാലത്തൊക്കെ കൃഷി മാത്രമാണ്. ആ കൃഷിയിൽ ഉണ്ടായിരുന്ന അടക്ക, വെറ്റില കൃഷികളെല്ലാം വെട്ടി നശിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത പല പിതാക്കന്മാരുമുണ്ട്. അപ്പോൾ അതൊക്കെ തൻ്റെ വെറ്റില കൃഷി കൊണ്ടോ അടയ്ക്ക കൃഷി കൊണ്ടോ ഒരാൾ മുറുക്കിപ്പോലും അവരുടെ ജീവിതം മോശമാകില്ലെന്ന് കരുതുന്ന പിതാക്കന്മാർ നമുക്ക് നമ്മുടെ മുൻതലമുറക്കാരായിട്ടുള്ള അപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അപ്പച്ചൻ്റെ അടുത്ത തലമുറയിലെ കുട്ടികളൊക്കെ ആ സമയത്ത് തന്നെ യുവാക്കന്മാരായിരുന്നവർക്ക് ഈ വിശ്വാസത്തിൻ്റെ, തൻ്റെ പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴവും അല്ലെങ്കിൽ എരിവും ഒന്നും അവർക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവർ പിന്നെ സാധാരണ അവരുടെ കൃഷിയും അവരുടെ കച്ചവടങ്ങളും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ട് ലോകപരമായിട്ടൊക്കെ തന്നെ ജീവിച്ച കുടുംബങ്ങളാണ്. അപ്പോൾ അവർക്ക് ആ ആത്മീയതയുടെ തീവ്രതയൊന്നും മനസ്സിലാക്കുവാൻ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അനവധിയായിട്ടുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ
ഇങ്ങനെയൊക്കെയുള്ള ഭവനങ്ങളിൽ രണ്ടാമത്തെയും അല്ലെങ്കിൽ മൂന്നും നാലും തലമുറയിലൊക്കെ ആരെങ്കിലും ചില ആത്മീയ പ്രകാശങ്ങളോട് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ചില ദൈവദാസന്മാരിൽ നിന്നോ ചില പിതാക്കന്മാരിൽ നിന്നൊക്കെ ലഭിച്ച പ്രേരണയും സാക്ഷ്യവും ഒക്കെ കൊണ്ടാണ് ചിലരെങ്കിലും മുമ്പോട്ട് വന്നിട്ടുള്ളത്. ഇതേ പോണക്ക് തന്നെയാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭൂരിപക്ഷം ഭവനങ്ങളിലും ഇങ്ങനെയുള്ള ആത്മീയ മാതൃക നഷ്ടപ്പെട്ടു പോയി. തങ്ങളുടെ മുൻ തലമുറയിലുണ്ട് അപ്പച്ചന്മാർക്കുണ്ടായിരുന്ന മാതൃക രണ്ടാമത്തെ തലമുറയിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് പല കുടുംബങ്ങളെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതേപോലെ തന്നെയാണ് ഈ 20-30 വർഷം മുമ്പ് വന്നിട്ടുള്ള പല കുടുംബങ്ങളിലും അടുത്ത തലമുറയിലേക്ക് ആ ആത്മീയ പ്രകാശം മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കളെയൊക്കെ എനിക്കറിയാം. എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ള ആൾക്കാരുമുണ്ട്. കാരണം അവരുടെ യുവാക്കളായ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇനി അതിന് വേറെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ശരിക്കുമുള്ള ഒരു മാനസാന്തരമോ അല്ലെങ്കിൽ വലിയ ഒരു ആത്മീയ കാഴ്ചപ്പാടോ ഇല്ലാത്ത ചില സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ മാറുവാനും ചില വിടുതൽ ലഭിക്കുവാനും അങ്ങനെ രോഗമോ ജോലി അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ മാറുവാൻ വന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരു രീതിയിലും ആത്മീയമായിട്ടും ഭൗമികമായിട്ടും തങ്ങളുടെ തലമുറയുടെ മുമ്പിൽ മാതൃകയാക്കുവാൻ കഴിയാതെ വരികയും കുഞ്ഞുങ്ങളൊക്കെ മറുതലിച്ചു പോവുകയും ചെയ്യും. കാരണം ഇവർക്ക് ഭവനത്തിൽ തന്നെ മാതാപിതാക്കളിൽ ജഡീകമായിട്ടുള്ള അവരുടെ അതേ സ്വഭാവം തന്നെയാണ് കാണുന്നത്. പിന്നെ സഭയിൽ ചെല്ലുമ്പോൾ വേറെ കുറേ വേദവാക്യങ്ങളൊക്കെ കേൾക്കും. അവരിതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞെരുങ്ങി പിന്നെ റിബല്യസ് ആയിട്ട് മറുതലിച്ച് പോകുന്ന വലിയൊരു അവസ്ഥയും ഉണ്ട്. അത് തന്നെ വേറൊരു ദുരവസ്ഥയാണ്. ഈ വേർപെട്ട് വന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്ന പിതാക്കന്മാരുടെ രണ്ടാം തലമുറയിലെ നേതൃസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് രണ്ടാം തലമുറയിൽ വന്ന നേതൃസ്ഥാനങ്ങൾ ഉള്ളവർക്ക് പോലും അവരുടെ പിതാക്കന്മാരുടെ ആത്മീയ മൂല്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാർമ്മിക മൂല്യങ്ങളും ഒന്നും പിന്തുടരുവാനോ പിൻപറ്റുവാനോ കഴിഞ്ഞില്ല എന്ന സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. എൻ്റെ അന്നത്തെ വല്യപ്പച്ചന്മാരിൽ നിന്നൊക്കെ നേരിട്ട് കേട്ട് അന്നത്തെ രണ്ടാം തലമുറക്കാരൊക്കെ എങ്ങനെയാണ് സഭാ പരിപാലനവും ഒക്കെ നടത്തിയത്, അവിടെ വന്ന വീഴ്ചകളൊക്കെ അനവധിയായിട്ട് അന്നേ ഉണ്ട്. ഞാനീ പറയുന്ന 100 വർഷങ്ങൾക്ക് മുമ്പേ അനവധിയായിട്ടുള്ള പ്രയാസങ്ങൾ, സാക്ഷ്യത്തിൻ്റെ പോരായ്മകൾ വന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. നമുക്കിപ്പോൾ അറിയാം, പല സഭകളിലും അനേക വർഷങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് ശുശ്രൂഷകന്മാരായിട്ട് പാസ്റ്റേഴ്സായിട്ട് എൽഡേഴ്സായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വചനപരമായിട്ടുള്ള തൻ്റെ ശുശ്രൂഷയുടെ കടമകൾ സഭയോടും വിശ്വാസികളോടും പുലർത്തുവാൻ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് അറിയാം ഈ പലരുടെയും ഒരു ആറ്റിറ്റ്യൂഡ്, നീ ആരൊക്കെ ഈ സഭയിൽ വന്നാലും വന്നില്ലെങ്കിലും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് പല നേതൃത്വങ്ങളും വിശ്വാസികളോട് പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഈ സഭയിലുള്ള ഒരു വിശ്വാസിയെ ഈ സഭയിലോട്ട് കൊണ്ടുവരാനും യാതൊരു ആത്മീയമോ ഭൗമികമായിട്ടോ യാതൊരു ഭാരവും നേടിയിട്ടുള്ളവരല്ല. ഇവരൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഈ സഭയിൽ വന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ നേതൃസ്ഥാനത്തുള്ളവർക്ക് ആർക്കും ഒരു കുഞ്ഞാടുകളെ പറ്റിയും ഭാരമില്ല. അപ്പോൾ പിന്നെ നമ്മൾ പല സഭകളിൽ കാണുന്ന 2-3 വർഷത്തേക്ക് ഒരു പോസ്റ്റിംഗ് വരുന്ന ഒരു പാസ്റ്റർക്കോ ഒരു ശുശ്രൂഷകനോ വിശ്വാസികളുടെയോ സഭയുടെയോ വിഷയങ്ങളിൽ, ആത്മീയ വിഷയങ്ങളിൽ, അവരുടെ പേഴ്സണൽ വിഷയങ്ങളിൽ എത്ര ശ്രദ്ധിക്കുവാൻ അവർക്ക് ഭാരമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സഭയിലെ അംഗമാണ് ഈ പ്രജിൻ്റെ കുടുംബം. അങ്ങനെ മാതാപിതാക്കൾ അവരുടെ കടമ, നമ്മൾ ആവർത്തന പുസ്തകം 6:7 കാണുന്നത് പോലെ കർത്താവിൻ്റെ കൽപ്പനകൾ തൻ്റെ മക്കളെ ഉപദേശിച്ചു കൊടുക്കുവാനും അത് ഭവനങ്ങൾ മാതൃകയോടെ സംസാരിക്കുവാനും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറിച്ച് ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിന് വേണ്ടിയാണ് നമ്മുടെ തലമുറകളെ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷകന്മാരും ചെയ്യേണ്ട പലതും വേണ്ട പോലെ ചെയ്യുവാൻ കാഴ്ചപ്പാടില്ലാത്തവരായി സഭാ ശുശ്രൂഷകന്മാർ അവർ ശുശ്രൂഷകൾ എരിവോടെ ചെയ്യുവാൻ പല കാരണങ്ങൾ കൊണ്ടും, ഞാൻ അത് എടുത്തു പറയുന്നില്ല, അത് അവരുടെ കാരണം കൊണ്ട് സമൂഹത്തിൻ്റെ സഭയുടെയും വിശ്വാസികളുടെയും പല കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെട്ടു. സഭയിൽ പിന്മാറ്റത്തിലുള്ളവരോട് സംസാരിക്കുവാൻ പോലും ശങ്കിക്കുന്ന, ഭയപ്പെടുന്ന, അല്ലെങ്കിൽ തങ്ങൾക്കത് പറയുവാൻ ശക്തിയുണ്ടോ യോഗ്യതയുണ്ടോ, കാരണം അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ നമ്മളോട് പ്രതികരിക്കുമെന്ന് ഭയപ്പെടുന്ന ശുശ്രൂഷകന്മാരെയും എനിക്ക് നേരിട്ടറിയാം. അങ്ങനെയുള്ളവരെ അവസ്ഥകളും ഞാൻ അടുത്ത നാളുകളിലും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിലും
ആത്മീയ അന്തരീക്ഷവും മാതൃകയും ഇല്ല, സഭയിലും ആത്മീയമായിട്ടുള്ള അന്തരീക്ഷവും മാതൃകയും ഇല്ലാതെ ഒരു തലമുറ നശിച്ചു പോയെങ്കിൽ നമ്മൾ ആരെ കുറ്റം പറയും? എവിടെ നിന്ന് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. റോമർ 14:17 പറയുന്നത് പോലെ ദൈവരാജ്യവും ഭക്ഷണവും പാനീയവുമല്ല, ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ മാത്രമല്ല എന്ന് പഠിപ്പിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നമ്മൾ മറന്നുപോയി. മറിച്ച് നീതിയും സത്യവും നേരും ഹൃദയപരമാർത്ഥതയും അതിലൂടെ സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് ഈ കാര്യങ്ങളിലൂടെ നേരോടെ വിശ്വസ്തയോടെ കർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് നടന്ന് പരിശുദ്ധാത്മാവിൽ ആത്മീയ സന്തോഷം കണ്ടെത്താൻ പറ്റുമെന്നുള്ള കാര്യം പഠിപ്പിക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. ഈ 1 തെസ്സലോനി 1:5 പറയുന്നത് എന്താണ്? സുവിശേഷം വെറും വചനമായിട്ട് മാത്രമല്ല വന്നത്, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹു നിശ്ചയത്തോടും കൂടിയാണ് വന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ന് അനേക ശുശ്രൂഷകന്മാർ എരിവോടെ ഒരെരിവുമില്ലാത്ത ജീവനില്ലാത്ത പ്രസംഗങ്ങളും ബൈബിൾ ക്ലാസ്സുകളുമാണ് നടക്കുന്നത്. ഇത് ജനം പതിറ്റാണ്ടുകളായിട്ട് കേട്ട് അവരുടെ ആത്മാവിനെ തൊടാനോ അവരുടെ ജീവിതങ്ങളെ കറക്റ്റ് ചെയ്യാനോ ഉള്ള ഒരു സംഭവവും ഈ ശുശ്രൂഷകളെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. പ്രിയ മാതാപിതാക്കന്മാരും ശുശ്രൂഷകന്മാരും നമ്മുടെ തലമുറയെ ഓർത്ത് കൂടുതൽ ഭാരത്തോടും എരിവോടും പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടും കൃപാവരങ്ങളോടും ശുശ്രൂഷകൾ ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം നമ്മൾ സമർപ്പിച്ച് മുമ്പോട്ട് പോകേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ ദുഃഖങ്ങളും ദുരന്തങ്ങളും കാണുമ്പോഴെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ആത്മീയ ഭാരത്തോടെ നമ്മുടെ സഭയെ നയിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ തലമുറയെ നയിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ സ്വന്തം വീട്ടുകളെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുവാൻ, നമ്മുടെ അയൽവക്കങ്ങളെ സഭയിലെ മറ്റുള്ള യുവാക്കന്മാർക്ക് മാതൃകയായിട്ട് മുമ്പോട്ട് പോകുവാൻ എൻ്റെ ഈ ചെറിയ വാക്കുകളും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ മെസ്സേജ് മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ടും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.